നമസ്കാരം. ഞാൻ ചോദിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് സത്യസന്ധമായി മറുപടി പറയണം. നിങ്ങൾക്ക് ഒരു ഏണി അഥവാ ഒരു ഗോവണി കയറാൻ അറിയാമോ? എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനേയും, അത് പണമാകട്ടെ, ജോലിയാകട്ടെ, സമാധാനമാകട്ടെ, അതിനെയെല്ലാം കാന്തികമായി ആകർഷിക്കാൻ നിങ്ങൾക്ക് ഇനി സാധിക്കും. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നാം, പക്ഷേ ലോകപ്രശസ്തനായ ആത്മീയ ഗുരു നെവിൽ ഗോദ്ദാർഡ് ലോകത്തിന് കാണിച്ചുകൊടുത്ത ഏറ്റവും പവർഫുള്ളായ ഒരു മൈൻഡ് ഗെയിമാണിത്. എന്താണ് ഈ ഗോവണി വിദ്യ എന്നും ഇത് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിക്കാമെന്നും കൃത്യമായി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോയുടെ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇതിലെ ഓരോ സെക്കൻഡും നിങ്ങളുടെ ഉപബോധമനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ളതാണ്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ടെക്നിക്കിനെ ലാഡർ ടെക്നിക് എന്നാണ് വിളിക്കുന്നത്. നെവിൽ ഗോദ്ദാർഡ് തന്റെ വിദ്യാർത്ഥികളോട് പറയുമായിരുന്നു, നിങ്ങൾക്ക് പ്രപഞ്ച നിയമങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ഈ ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ. അദ്ദേഹം അവരോട് ചെയ്യാൻ പറഞ്ഞത് കേവലം 2 കാര്യങ്ങളാണ്. 1. രാത്രി ഉറങ്ങാൻ നേരം നിങ്ങൾ ഒരു ഏണി കയറുന്നതായി സങ്കൽപ്പിക്കുക. 2. പകൽ സമയം മുഴുവൻ ഞാൻ ഏണി കയറില്ല എന്ന് സ്വയം പറയുക. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനു മുൻപ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്തരം രഹസ്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ ആ ഒരു ലൈക്ക് വലിയ സഹായമാകും. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്തേക്കൂ, കൂടെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്താൻ ഈ ചാനൽ എന്നും കൂടെയുണ്ടാകും. ഇനി നമുക്ക് ആ 7 ദിവസത്തെ ചാലഞ്ചിലേക്ക് കടക്കാം. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണുകൾ അടച്ച് പൂർണ്ണമായും റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ ഒരു ഏണി ഇരിക്കുന്നതായി സങ്കൽപ്പിക്കുക. വെറുമൊരു ചിത്രം കാണുകയല്ല വേണ്ടത്, പകരം നിങ്ങൾ അവിടെയുണ്ടെന്ന് അനുഭവിക്കണം. നിങ്ങളുടെ വലതുകൈ നീട്ടി ആ ഏണിയുടെ വശങ്ങളിൽ പിടിക്കുക. അതിന്റെ തണുപ്പും പരുപരുപ്പും നിങ്ങളുടെ കൈവെള്ളയിൽ അറിയണം. പതുക്കെ ആദ്യത്തെ പടിയിലേക്ക് കാലെടുത്തു വെക്കുക. അടുത്ത കൈകൊണ്ട് അടുത്ത പടിയിൽ പിടിക്കുക. ഓരോ പടിയും കയറി മുകളിലേക്ക് പോകുന്നത് കൃത്യമായി അനുഭവിക്കുക. മുകളിലെത്തുമ്പോൾ താഴേക്ക് നോക്കുന്നതും വീണ്ടും പതുക്കെ ഓരോ പടിയായി താഴേക്ക് ഇറങ്ങുന്നതും സങ്കൽപ്പിക്കുക. ഇത് ആവർത്തിച്ച് ആ ഒരു ചിന്തയിൽ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. പക്ഷേ ഇതിന്റെ യഥാർത്ഥ മാജിക് നടക്കുന്നത് പകൽ സമയത്താണ്. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക, ഞാൻ ഏണി കയറില്ല. ഇത് നിങ്ങളുടെ പേഴ്സിലോ ഫോണിലോ ഒട്ടിച്ചു വെക്കുക. പകൽ മുഴുവൻ ഈ വാചകം കാണുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സ് വിചാരിക്കും നിങ്ങൾ ഏണി കയറില്ല എന്ന്. എന്നാൽ രാത്രി നിങ്ങൾ ചെയ്ത ആ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഉപബോധമനസ്സിൽ ഒരു വിത്തായി ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. ഉപബോധമനസ്സ് എപ്പോഴും വിഷ്വലുകളെയാണ് വിശ്വസിക്കുന്നത്, വാക്കുകളെയല്ല. 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഏണി നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങൾ അറിയാതെ തന്നെ അതിൽ കയറുകയും ചെയ്യും. ഇത് ചെയ്ത നൂറുകണക്കിന് ആളുകളുടെ അനുഭവം ഇതാണ്. ഇനി ഇതിനെ പണവുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. ഇതിനെ നമുക്ക് എഡിയം വിദ്യ എന്ന് വിളിക്കാം. ഇത് നിങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ആത്മവിശ്വാസം അവിടെ തുടങ്ങുന്നു. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങൾ ഒരു ATM കൗണ്ടറിൽ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. കാർഡ് അകത്തേക്ക് ഇടുന്നതും പിൻ നമ്പർ അമർത്തുന്നതും അനുഭവിക്കുക. അതിനുശേഷം പണം എണ്ണിവരുന്ന ആ ശബ്ദം, ആ ഷഫ്ലിംഗ് സൗണ്ട് നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങണം. ആ പുതിയ നോട്ടുകളുടെ മണം നിങ്ങൾ അനുഭവിക്കണം. പണം കയ്യിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം ഇപ്പോഴേ ഉള്ളിൽ നിറയ്ക്കുക. പകൽ സമയത്ത് പണമില്ല എന്ന സങ്കടം മാറ്റിവെച്ച് എല്ലാം പ്രപഞ്ചം തരും എന്ന നിസ്സംഗത കാണിക്കുക. സുഹൃത്തുക്കളെ, ഒരു ഏണി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏത് തുക പണവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി അളക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് ഈ ഏണി. ഒരിക്കൽ അത് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വാനോളം ഉയരും. പിന്നീട് നിങ്ങൾക്ക് എന്തിനെ വേണമെങ്കിലും ആകർഷിക്കാം. ഈ 7 ദിവസത്തെ ചാലഞ്ച് ഇന്ന് രാത്രി മുതൽ തന്നെ തുടങ്ങുക. നിങ്ങളുടെ അനുഭവങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, കാരണം നമ്മൾ മറ്റുള്ളവർക്ക് നന്മ നൽകുമ്പോൾ പ്രപഞ്ചം നമുക്ക് ഇരട്ടി നന്മകൾ തിരികെ നൽകും. എല്ലാവർക്കും സമൃദ്ധമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി.